നമസ്കാരം. ഭാഗവത കഥകൾ എന്ന ഈ പ്രഭാഷണ പരമ്പരയിലെ 19ാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് ഭാഗവതത്തിലും മറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട സംസാരങ്ങളിലൊക്കെ പാലാഴി മഥനത്തെക്കുറിച്ച്. അപ്പോൾ ഇനിയുള്ള ഇന്നത്തെയും തുടർന്നുള്ള 2 ലക്കങ്ങൾ, ആകെ 3 ലക്കങ്ങളിലായി നമ്മൾ പാലാഴി മഥനവുമായിട്ട് ബന്ധപ്പെട്ട കഥകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൻ്റെ എല്ലാം തുടക്കം വലിയ സംഭവവികാസങ്ങളാണ്. ഭഗവാന്റെ കൂർമാവതാരം ഉൾപ്പെടെ ഈ ഭാഗത്ത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ തുടക്കം, വലിയ വലിയ സംഭവങ്ങളുടെയൊക്കെ തുടക്കം ഒരു ചെറിയ കാര്യത്തിൽ നിന്നായിരിക്കും എന്ന് പറയുന്ന പോലെ ഈ പാലാഴി മഥനത്തിൻ്റെയും ഒക്കെ ഏറ്റവും വലിയ തുടക്കം എന്ന് പറയുന്നത് ഒരു ചെറിയ പൂമാലയിൽ നിന്നാണ്. ഒരു മനോഹരമായ പുഷ്പഹാരം. അത് ചില വിദ്യാധരന്മാർ എന്നറിയപ്പെടുന്ന ഭക്തന്മാർ അവർ ദുർവാസാവ് മഹർഷിക്ക് നൽകിയതാണ്. ദുർവാസാവ് നമുക്കറിയാം, ക്ഷിപ്രകോപിയായിട്ടുള്ള ഒരു മഹർഷിയാണ് ദുർവാസാവ്. അദ്ദേഹത്തിന് ഒരു പൂമാല സമ്മാനിച്ചു. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നു, ഞാൻ ഇത്രയും വലിയൊരു താപസനായിട്ടുള്ള വ്യക്തിയാണ്, ഞാനിങ്ങനെ വലിയ അതിമനോഹരമായ പുഷ്പഹാരവുമൊക്കെ അണിഞ്ഞു നടക്കുന്നത് ഒരു ഉചിതമായ കാര്യമല്ല. അതുകൊണ്ട് ഇത് ആർക്കെങ്കിലും സമ്മാനമായി നൽകണം. ആർക്ക് കൊടുക്കണം? ആദ്യം അദ്ദേഹം വിചാരിച്ചു മഹാവിഷ്ണുവിന് കൊടുത്താലോ എന്ന് വിചാരിച്ചു. അപ്പം മഹാവിഷ്ണുവിന് കൊടുത്താലോ എന്നിപ്പോൾ ദുർവാസാവ് തന്നെ വിചാരിച്ചു. മഹാവിഷ്ണുവിൻ്റെ കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യമാരാണ് ലക്ഷ്മി ദേവിയും ഭൂമി ദേവിയും. ഉടനെ ഈ മാല 2ആയിട്ട് മുറിച്ച് 2 പേർക്കും കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അദ്ദേഹം കൊടുക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അപ്പോൾ ഇത്രയും മനോഹരമായ മാല അങ്ങനെ മുറിച്ച് മാറ്റി കൊടുക്കുന്ന കാര്യത്തിൽ ദുർവാസാവിന് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഓപ്ഷൻ വേണ്ട എന്ന് വെച്ചു. പിന്നെ വിചാരിച്ചു, എന്നാൽ പിന്നെ ശിവന് കൊടുത്താലോ എന്ന് വിചാരിച്ചു. ശിവൻ്റെ ഒരു സ്വഭാവം എന്താണ്? ശരീരത്തിൻ്റെ അർദ്ധഭാഗം പോലും, പകുതി പോലും അർദ്ധനാരീശ്വരനാണ്. അതുപോലും പാർവതി ദേവിക്ക് കൊടുത്തിരിക്കുന്ന ആളാണ് ശിവൻ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മാലയുടെ കാര്യം കിട്ടിയാൽ പിന്നെ പറയണ്ടല്ലോ. അത് തീർച്ചയായിട്ടും അത് 2 കഷ്ണമായത് തന്നെ. ബ്രഹ്മാവിന് കൊടുത്താൽ അദ്ദേഹം അത് 4ആയിട്ട് മുറിച്ച് 4 മുടിയിലും ചൂടും. അതുകൊണ്ട് അതും വേണ്ട. അവസാനം അദ്ദേഹം തീരുമാനിച്ചു ദേവേന്ദ്രന് കൊടുക്കാം. അപ്പോൾ ദേവേന്ദ്രന് കൊടുത്താൽ ഈ മാലയ്ക്ക് യാതൊരു കേടുപാടും വരുമെന്ന് ഭയക്കാനില്ല. അങ്ങനെ ദുർവാസാവ് വളരെ സന്തോഷപൂർവ്വം ഈ മാല ദേവേന്ദ്രന് കൊടുക്കുകയാണ്. അപ്പോൾ ദേവേന്ദ്രൻ എവിടെ ഇരുന്നപ്പോഴാണ് കൊടുത്തത്? തൻ്റെ 4 കൊമ്പൻ ആന എന്ന് പറയുന്ന ആ ആനയുടെ പുറത്ത് അദ്ദേഹം 4 കൊമ്പുള്ള ആന, അതിൻ്റെ പുറത്തിരിക്കുകയാണ് ദേവേന്ദ്രൻ. അങ്ങനെ ആനപ്പുറത്ത് ആസനസ്ഥനായിരിക്കുന്ന സമയത്താണ് ദേവേന്ദ്രന് ഈ മാല കൊടുക്കുന്നത്. ദേവേന്ദ്രന് മാല വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അപ്പം ഈ മാല ഇടുന്നതിന് മുമ്പ് മുടിയെല്ലാം ഒന്ന് ചീകി മാടി ഒതുക്കി ഒന്ന് ഭംഗി വരുത്തിയിട്ട് അതിൻ്റെ എന്നിട്ട് വേണം മാല ഇടാൻ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അപ്പം തലമുടിയൊക്കെ ഒന്ന് ശരിപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ഇത് മാല എങ്ങോട്ടെങ്കിലും ഒന്ന് വെക്കണമല്ലോ. അപ്പോൾ അദ്ദേഹം ആനയുടെ മസ്തകത്തിൻ്റെ പുറത്തോട്ട് ആ മാല വെച്ചു. അപ്പോൾ ഈ മാലയ്ക്ക് ഭയങ്കരമായിട്ടുള്ള സൗരഭ്യമാണ്. ഈ മാലയ്ക്ക് ഈ സൗരഭ്യം വണ്ടുകളെ ആകർഷിച്ചു. അപ്പോൾ ആ പ്രദേശത്തുള്ള വണ്ടുകളെല്ലാം കൂടെ ആർത്തിരമ്പിക്കൊണ്ട് ആനയുടെ മസ്തകത്തിന് ചുറ്റും ഇങ്ങനെ പറക്കാൻ തുടങ്ങി. ആനയ്ക്കിതൊരു വലിയ ശല്യമായി തീർന്നു. ആന എന്ത് ചെയ്ത് തുമ്പിക്കൈ ഉയർത്തി മാല വലിച്ചെടുത്ത് നിലത്തെടുത്തിട്ട് ചവിട്ടി അരച്ച് ഞെരിച്ച് കളഞ്ഞു. മാലയങ്ങ് നാനാവിധമായി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ദുർവാസാവ് ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് ദുർവാസാവിന് അടക്കാനാവാത്ത കോപം വന്നു. കോപം വന്നപ്പം ദുർവാസാവ് ഇന്ദ്രനും ഇന്ദ്രാണിക്കും ദേവന്മാർക്കെല്ലാവർക്കും ജരാനരകൾ ബാധിക്കട്ടെ എന്നാണ് അദ്ദേഹം ശാപിക്കുന്നത്. എത്ര ക്ഷണനേരം കൊണ്ട് ഇവരെല്ലാം വയസ്സാവും, ജരയും നരയും ബാധിക്കും. ഇപ്പോൾ ദേവേന്ദ്രൻ പേടിച്ചുപോയി. ദേവേന്ദ്രൻ ഉടനെ എൻ്റെ ആനപ്പുറത്തൊന്നും താഴെ ചാടി ഇറങ്ങി മഹർഷിയുടെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചു. മഹർഷിക്ക് കാര്യം മനസ്സിലായി, ദേവേന്ദ്രൻ്റെ ഒരു കുറ്റമില്ല, ദേവേന്ദ്രൻ മാല അങ്ങോട്ടത് വെച്ചു എന്നുള്ളൊരു കുറ്റമേ ചെയ്തുള്ളൂ. പക്ഷേ അതിങ്ങനെയൊക്കെ സംഭവിക്കും. ആനയുടെ മസ്തകത്തിൻ്റെ പുറത്തോട്ട് വെച്ചു എന്നുള്ളത് ശരിയാണ്, തലമുടി ശരിയാക്കാനൊക്കെ ആയിട്ടൊന്ന് വെച്ചതാണ്. ആ സമയത്ത് വണ്ടുകൾ മൂളി പറന്ന് വരികയും ആനയെ ശല്യപ്പെടുത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് ആന വിരളുമല്ലോ. ആന ആ ഒരു വിരൾച്ചയിൽ ആന ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ മഹർഷിക്ക് കാര്യം മനസ്സിലായി. പക്ഷേ ഈ ശാപമോക്ഷം വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്.
അദ്ദേഹം ഈ യൗവനമാണല്ലോ തിരിച്ചു കിട്ടേണ്ടത്. യൗവനം തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം ജരാതര ബാധിച്ചു പോയി എല്ലാവർക്കും, ദേവന്മാർക്ക് ആകമാനം. അവർക്ക് ജരാതര ബാധിച്ചിരിക്കുന്ന ഈ ദേവന്മാർക്ക് തിരിച്ച് യൗവനം തിരിച്ചു കിട്ടണമെങ്കിൽ അമൃത് പൂജിക്കണം. അപ്പോൾ ഈ അമൃത് എവിടെ നിന്ന് കിട്ടും? അതിനെ പാലാഴി കടഞ്ഞ് അമൃത് എടുക്കണം. ആ പാലാഴി കടഞ്ഞ് കിട്ടുന്ന അമൃത് പൂജിച്ചാൽ യൗവനം വീണ്ടും കിട്ടും. വളരെ എളുപ്പത്തിലുള്ളൊരു കാര്യമായിട്ട് തോന്നും. പാലാഴി എവിടെ ഉണ്ട്, അന്ന് കടയണം, അതിൽ നിന്ന് അമൃത് കിട്ടണം, അത് ഭുജിക്കണം, അത് കഴിക്കണം, ജരാനരകൾ മാറി യൗവനം തിരിച്ചു കിട്ടും. വളരെ സിമ്പിളാണെന്നാണ് ധരിച്ചത്. പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. പിന്നാണ് മനസ്സിലാവുന്നത് പാലാഴി കടഞ്ഞ് അമൃത് എടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. ദേവന്മാർ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഒന്നാമത് ശാരീരികമായ അവശതയായല്ലോ, ജരാനരകൾ ബാധിച്ചല്ലോ. അവർക്ക് എന്ത് ചെയ്യണമൊക്കെ ഒന്ന് അറിയാൻ വയ്യാതെ അവർ ഈ ദേവഗണങ്ങളെല്ലാം കൂടി, താപസ വൃന്ദങ്ങളും എല്ലാം കൂടെ ചേർന്ന് സത്യലോകത്ത് പോയിട്ട് അവിടെ വസിക്കുന്ന ബ്രഹ്മാവിനോട് ചെന്ന് സങ്കടം ഉണർത്തിച്ചു. എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം, പാലാഴി കടഞ്ഞ് അമൃതെടുക്കണം. ഇതിന് ബ്രഹ്മാവ് വിചാരിച്ചാലേ നടക്കൂ എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ ബ്രഹ്മാവ് എത്ര ആലോചിച്ചിട്ടും ഒരു മാർഗവും കാണുന്നില്ല. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞൊരു കാര്യം, ഞാനും വരാം, നമുക്കെല്ലാവർക്കും കൂടി കൈലാസത്തിൽ ചെന്ന് ശ്രീ പരമേശ്വരനെ കാണാം, അദ്ദേഹം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. അങ്ങനെ ഇവരെല്ലാവരും കൂടെ, എല്ലാ ആൾക്കാരെയും കൂടെ കൂട്ടി ശിവൻ്റെ അടുത്ത് ചെന്നു. ശിവനിത് കേട്ടപ്പോഴേ പറഞ്ഞത് നടക്കാൻ പോകുന്ന കാര്യമല്ല. ശിവൻ അപ്പോഴേ കൈമലത്തി കാണിച്ചു, രക്ഷയില്ല, നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കൈവിടല്ലേ എന്ന് ഇവരും. എന്നാൽ പിന്നെ ശിവൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാനും വരാം നിങ്ങളോടുകൂടി. അങ്ങനെ ശിവനും ബ്രഹ്മാവും ഈ ദേവേന്ദ്രനും മറ്റ് ദേവഗണങ്ങളും എല്ലാവരും കൂടി ഒരു ജാഥയായിട്ട് പോവുകയാണ് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക്. അദ്ദേഹത്തിനെ ഇങ്ങനെ സ്തുതി ഗീതങ്ങൾ കൊണ്ടൊക്കെ പാടി പുകഴ്ത്തിയിട്ട് അദ്ദേഹത്തിനോട് കാര്യം ഉണർത്തിച്ചു. ഇതാണ് കാര്യം, എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുക? അപ്പം അദ്ദേഹം പറഞ്ഞു, ജരാനര എന്ന് പറയുന്ന വിപത്ത് ഒഴിയണമെങ്കിൽ അമൃത് ഭുജിക്കണം, അതിന് പാലാഴി കടയണം, ഇത്രയൊക്കെ നമുക്കും അറിയാം. പക്ഷേ അതിനൊരു കണ്ടീഷനുണ്ട്. പാലാഴി കടയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ യോജിച്ചുള്ള പ്രവർത്തനം വേണം. പക്ഷെ ഒരുപാട് ആൾക്കാരെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുള്ളത്, എല്ലാവരും പരസ്പര വൈരികളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാണ്. അങ്ങനെ ശത്രുക്കളായിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും കൂടി ഒരുമിച്ച് ഒന്നാകണം. ശത്രുതയിൽ വർത്തിക്കുന്നവരെല്ലാം പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കണം. ഉദാഹരണത്തിന് ദേവന്മാരും അസുരന്മാരും ആജന്മ ശത്രുക്കളാണ്. ഇവർ രണ്ടുപേരും ഒന്നിക്കണം. കാരണം പാലാഴി കടയണമെങ്കിൽ ഒരു വശത്ത് ദേവന്മാർ അണിനിരക്കുമ്പോൾ മറുവശത്ത് അസുരന്മാർ അണിനിരക്കണം. അപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ ആജന്മ ശത്രുക്കളായിട്ടുള്ള ദേവന്മാരും അസുരന്മാരും ഒന്നിക്കണം. അതുപോലെ തന്നെ ഗരുഡനും സർപ്പങ്ങളും തമ്മിൽ യോജിക്കണം. നമുക്കറിയാം ഗരുഡനും സർപ്പങ്ങളും എന്ന് പറഞ്ഞാൽ ആജന്മ ശത്രുക്കളാണ്, അവർ തമ്മിൽ യോജിക്കണം. കടലും പർവ്വതവും തമ്മിൽ യോജിക്കണം. അവർ തമ്മിലുള്ള യോജിച്ചുള്ള പ്രവർത്തനം, കടലിൻ്റെയും സഹകരണം വേണം, പർവ്വതത്തിൻ്റെയും സഹകരണം വേണം. അപ്പോൾ അവർ തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കണം. ഇപ്പം വിരുദ്ധ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ധ്രുവങ്ങളിലാണ് ഇപ്പോൾ കടലും പർവ്വതമുള്ളത്. ചുരുക്കം പറഞ്ഞാൽ അതിമഹത്തായ ഒരു യജ്ഞമാണ് നമുക്ക് നടക്കേണ്ടത്. അത് സഫലമാകണം, അത് വിജയിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ ശക്തികളും ഏകോപിച്ച് പ്രവർത്തിക്കണം, ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് പ്രവർത്തിക്കണം. ഇപ്പോഴുള്ള ശത്രുതയും പകയും വൈരാഗ്യവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരുടെയും കൂടെ യോജിച്ചുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമേ പാലാഴി കടയുക എന്ന് പറയുന്ന ഈ സംരംഭം നടക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ പിന്നെ മഹാവിഷ്ണു പറഞ്ഞു കൊടുത്തു, ഈ പാലാഴി കടയണമെങ്കിൽ ഒരു കടക്കോൽ വേണം. ആ കടക്കോലായിട്ട് നമുക്ക് മന്ധര പർവ്വതത്തെ ഉപയോഗിക്കാം. അതിനെ കടയുന്നതിന് കയറ് വേണം. ആ കയറായിട്ട് നമുക്ക് വാസുകി എന്ന സർപ്പത്തിനെ നമുക്ക് ഉപയോഗിക്കാം. അതിനെ ദേവന്മാരും അസുരന്മാരും രണ്ട് കരകളിൽ നിന്ന് വലിച്ച് കടയണം. ഇതാണ് കടക്കോലായിട്ട് മന്ധരപർവ്വതം, അതിനുള്ള കയറിൻ്റെ രൂപത്തിൽ വാസുകി. അത് രണ്ട് കരയിൽ നിന്നും വലിച്ച് കടയേണ്ടത് ദേവന്മാർ ഒരു സൈഡിൽ നിന്നും അസുരന്മാർ ഒരു സൈഡിൽ നിന്നും. ഇങ്ങനെ ഏറ്റവും അധികം വിഷമമുള്ള ഒരു കാര്യമാണ് മഹാവിഷ്ണു നിർദ്ദേശിക്കുന്നത്. ബാക്കി എല്ലാവരും കൈവിട്ടല്ലോ, മഹാവിഷ്ണു പറയുന്നത് മാത്രമേ നടക്കാൻ സാധ്യതയുള്ളൂ, നടക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ വിഷമം ഇതൊന്നുമല്ല, എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കാം. പക്ഷേ പരമശത്രുക്കളാണ് ദേവന്മാരും അസുരന്മാരും. തമ്മിൽ കണ്ടാൽ കടിച്ചു കീറാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ മന്ധരപർവ്വതത്തിനെ ഇവിടെ കൊണ്ടുവരണം, വാസുകിയെ ഇവിടെ കൊണ്ടുവരണം. ആര് കൊണ്ടുവരും, എങ്ങനെ കൊണ്ടുവരും? അപ്പോൾ എത്ര വിഷമമെന്ന് തോന്നുന്ന കാര്യങ്ങളായാലും
ഈശ്വരാധീനമുണ്ടായാൽ നിഷ്പ്രയാസം തീരും, അത് ശരിയാകും എന്നാണ് തുടർന്നുള്ള സംഭവങ്ങൾ തെളിയിക്കുന്നത്. ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിൽ ഏറ്റവും മന്ദരപർവ്വതവും വരും, വാസുകിയും വരും, പരസ്പരം ശത്രുക്കളായിട്ടുള്ള ദേവന്മാരും അസുരന്മാരും വരും, അവർ യോജിച്ച് നിൽക്കും. ഇതെല്ലാം നടക്കും എപ്പോൾ? ഈശ്വരാധീനമുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും സാക്ഷാൽ ഭഗവാനായ മഹാവിഷ്ണു തന്നെയാണ് ഇതിന് മുൻകൈ എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് നടക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത്. മഹാവിഷ്ണു ഈ അസുരന്മാരെ വിളിക്കാനായിട്ട് അവരുടെ കൂട്ടത്തിൽ ദാനവ സഭയെന്ന് പറയും, അവിടുത്തെ തൻ്റെ പാർഷദന്മാരെയൊക്കെ വിട്ടു. പക്ഷേ ആ ശ്രമം അലസിപ്പോയി. അവരെ ഈ മഹാവിഷ്ണുവിൻ്റെ വിഷ്ണു പാർഷദന്മാരെയൊന്നും അവർ മൈൻഡ് ചെയ്തേയില്ല. അവസാനം ശിവൻ പക്ഷേ അവരുടെ ഗുഡ് ബുക്സിലാണ്. അപ്പോൾ ശിവൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഭൂതഗണങ്ങളെ അയച്ച് അവരെ വരുത്താം എന്ന് പറഞ്ഞു. അങ്ങനെ ശിവൻ്റെ ഭൂതഗണങ്ങൾ പോയിട്ട് ഈ ദാനവ സഭയിൽ പോയിട്ട് കാര്യം പറഞ്ഞിട്ട് അവരെയെല്ലാം വിളിച്ചുകൊണ്ട് വരും. പിന്നെ നമുക്ക് വേണ്ട എന്താണ്? മന്ദരപർവ്വതം. ഈ കടക്കോൽ, ഇത് കടയുന്ന കോൽ, അത് മന്ദരപർവ്വതമാണല്ലോ. അപ്പോൾ ഈ ഭൂതഗണങ്ങൾ പറഞ്ഞു, ഇത്രയൊക്കെ ചെയ്യുന്ന ഞങ്ങൾക്ക് പിന്നെ മന്ദരപർവ്വതം കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ശിവൻ്റെ ഭൂതഗണങ്ങൾ യാത്രയായി, ഞങ്ങളിപ്പോൾ കൊണ്ടുവരാം മന്ദരപർവ്വതം എന്ന് പറഞ്ഞു പോയി. പക്ഷേ ഒന്നും നടന്നില്ല. പർവ്വതത്തിൻ്റെ ഒരു മൂല പോലും അനക്കാനായില്ല. അപ്പോൾ പിന്നെ എന്താണ്, ഈ ഇങ്ങനെ ആ മൂല പോലും അടക്കാതെ മടക്കി. അപ്പോൾ അനന്തൻ പറഞ്ഞു, മഹാവിഷ്ണു അനന്തൻ്റെ പുറത്താണല്ലോ ശയിക്കുന്നത്. അപ്പോൾ അനന്തൻ പറഞ്ഞു, ഞാൻ ഏറ്റു, ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അനന്തൻ പോയിട്ട് ഈ മന്ദരപർവ്വതത്തെ നിഷ്പ്രയാസം തലയിലേറ്റിക്കൊണ്ട് വരികയാണ്. അപ്പം മഹാഭാരതത്തിൽ പറയുന്നത് കുന്നിന്മേലൊരു കുന്നിക്കുരു വെച്ച പോലെ എന്ന് ആ രീതിയിലാണ്. വളരെ സിമ്പിളായിട്ട്, ഏറ്റവും സിമ്പിളായിട്ടാണ്. മറ്റേ ഭൂതഗണങ്ങളെല്ലാം പോയിട്ട് അനക്കാൻ നോക്കിയിട്ട് അനങ്ങ് പോലും ചെയ്തിരുന്ന മന്ദരപർവ്വതത്തെ അനന്തൻ പോയിട്ട് തൻ്റെ തലയിൽ വെച്ചുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് വരികയാണ്. ഇനി വേണ്ടത് കടയാനുള്ള കയറിൻ്റെ രൂപത്തിൽ വേണ്ടത് നമുക്ക് വാസുകിയാണ് വേണ്ടത്. അപ്പോൾ ഗരുഡൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം വാസുകിയെ എന്ന് പറഞ്ഞു. ഈ വാസുകി എന്ന് പറയുന്ന ആജന്മ ശത്രുവാണ്. ആ വാസുകി പിന്നെ ഗരുഡൻ്റെ ആ നിഴല് കണ്ടതേ ഉള്ളൂ. അപ്പോഴേ വാസുകി ഇഴഞ്ഞ് മാളത്തിൽ കയറി ഒളിക്കാൻ പോയി. അപ്പോൾ ഗരുഡന് ഒരുപാട് അനുനയ വാക്കുകളൊക്കെ പറഞ്ഞു. ഇങ്ങനെ അത്യാവശ്യമാണ്, ഇങ്ങനത്തെ കാര്യമാണ്, നമുക്കെല്ലാം യോജിച്ച് നിന്നാലേ നടക്കൂ, യാതൊരു അപകടവും സംഭവിക്കാതെ ഞാൻ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊക്കിലെടുത്തുകൊണ്ട് പൊയ്ക്കോളാം, തിരിച്ച് ഇതേപോലെ കൊണ്ടുവന്ന് തിരിച്ച് വെക്കാം എന്നൊക്കെ വാസുകി സമ്മതിച്ചു. ഗരുഡൻ വാസുകിയെ കൊക്കിൽ എടുത്തുകൊണ്ട് മേലോട്ട് പറന്ന് ഉയരുകയും ചെയ്തു. പക്ഷേ അവിടെ പല അത്ഭുതങ്ങളും നടന്നു. എത്ര മേളിലോട്ട് പോകുന്നു അത്രയും താഴോട്ട് ഈ വാസുകിയുടെ ചില ശരീരത്തിൻ്റെ ഭാഗങ്ങൾ തറയിൽ തന്നെ കിടക്കുകയാണ്. ഒരു മടക്കും കൂടി മടക്കി കൊക്കിലാക്കി നോക്കുമ്പോൾ പിന്നെയും താഴോട്ട് കിടക്കും. എങ്ങനെയെല്ലാം ചെയ്താലും വാസുകി പിന്നെയും തറയിൽ ഇങ്ങനെ ഇഴഞ്ഞു കിടക്കുകയാണ്. വാസുകിയെ മൊത്തത്തിലായിട്ട് ഒരുമിച്ച് തൻ്റെ ബലിഷ്ഠമായ കൊക്കുകളിൽ കൊത്തിക്കൊണ്ടു പോകാനായിട്ട് ഗരുഡന് സാധിക്കുന്നില്ല. ഗരുഡൻ ആകപ്പാടെ കുഴഞ്ഞു. വലിയ ശക്തനാണെന്നുള്ള ആ അഹങ്കാരമൊക്കെ അസ്തമിച്ചു. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ അടുത്ത് പോയി തോൽവി സമ്മതിച്ചു. ഇനി എന്താണ് ചെയ്യുക എന്ന് മഹാവിഷ്ണു ശിവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി വാസുകിയുടെ അടുത്ത് ചെല്ലുമ്പം അവിടെ ശിവനാണ് സ്കോർ ചെയ്യുന്നത്. അദ്ദേഹം ഇങ്ങനെ കൈ ഒന്ന് നീട്ടിക്കൊടുത്തതേ ഉള്ളൂ. ആ കയ്യിൽ ഇങ്ങനെ ഒരു കങ്കണം പോലെ എന്നാണ് പറയുന്നത്, ഒരു വള പോലെ ശിവൻ്റെ കയ്യിൽ ഇങ്ങനെ ചുറ്റിക്കിടക്കുകയാണ് വാസന്തി. അതിൻ്റെ ശരീരം അത്രമാത്രം ചെറുതാക്കിയിട്ട് ശിവൻ്റെ കയ്യിൽ ഇങ്ങനെ ചുറ്റിക്കിടന്നുകൊണ്ട് ശിവനോടൊപ്പം വാസുകി പാലാഴി കടയാനായിട്ട് എത്തിച്ചേരുകയാണ്. അപ്പോൾ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളിൽ സ്വന്തം കഴിവിനെക്കുറിച്ച് അഹങ്കരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നാണ് ഈ കഥ, ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ള കഥ നൽകുന്ന പാഠം. കൂട്ടായ പ്രയത്നം, ഈശ്വരാനുഗ്രഹം, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഏത് ദുഷ്കരമായ കൃത്യവും നിർവഹിക്കുന്നതിന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമുക്ക് അഹങ്കാരമില്ലാതിരിക്കുക, അഹന്ത ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുക, ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പർവ്വതത്തെ പോലും പൊക്കിക്കൊണ്ടുവരാൻ ആർക്കും സാധിക്കും എന്നാണ് പാലാഴി മദനത്തെ സംബന്ധിച്ചുള്ള ഇന്നത്തെ ഈ 19ാമത്തെ ലക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഗുണപാഠം. പാലാഴി മദനത്തിൻ്റെ ശേഷം ഭാഗങ്ങൾ നമുക്ക് കാണാം അടുത്ത 20ാമത് ലക്കത്തിൽ. അതുവരേക്കും നന്ദി, നമസ്കാരം.